മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം KPCCയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ആചരിക്കും. ചരമവാർഷിക ചടങ്ങുകളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ടോബി ജോൺസൺ പുതുപ്പള്ളിയിൽ നിന്നും തത്സമയം ചേരുന്നു. ടോബി, ഇപ്പോൾ തന്നെ പുതുപ്പള്ളിയിൽ ആൾത്തിരക്കായി എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടീരത്തിലേക്ക് ഒരുപാട് ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര തിരിക്കുന്ന ഒരു പതിവ് രീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താണ് പുതുപ്പള്ളിയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രമായി പുതുപ്പള്ളിയിലെ ഈ കല്ലറ മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 2 വർഷമായിരിക്കുന്നു അദ്ദേഹം വിട വാങ്ങിയിട്ട്. അന്നു മുതൽ ഇന്ന് വരെ ആളുകൾ ഇവിടേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ പുതുപ്പള്ളിയിൽ എത്തുന്നവർ, അല്ലെങ്കിൽ പുതുപ്പള്ളി വഴി കടന്നു പോകുന്നവർ, അങ്ങനെ നിരവധി ആളുകൾ ഉമ്മൻചാണ്ടിയുടെ ഈ കല്ലറയിലെത്തി മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 5 മണി മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ആളുകളും ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് ഇന്നത്തെ സ്മൃതി സംഗമമാണ്. അതായത് അനുസ്മരണ ചടങ്ങാണ്. അത് രാഹുൽ ഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യം 9:30 അദ്ദേഹം ഇവിടെ എത്തി ഈ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം പുതുപ്പള്ളി പള്ളിയുടെ പുറത്ത് ഒരുക്കിയിരിക്കുന്ന പൊതുവേദിയിൽ അവിടെ അനുസ്മരണ സമ്മേളനം നടക്കും. അതിൽ KPCC പ്രസിഡന്റ് അധ്യക്ഷനാകും. അതോടൊപ്പം തന്നെ AICCയിലെ മുതിർന്ന അംഗങ്ങൾ, അതുപോലെ തന്നെ KPCCയിലെ മറ്റ് അംഗങ്ങൾ, MP-മാർ, MLA-മാർ തുടങ്ങിയവരെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം പോലെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അത് ഏകദേശം ഈ റോഡ് ഗതാഗതവും അതുപോലെ റോഡ് നിയന്ത്രണങ്ങളും എല്ലാം ഉണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ 12 കുടുംബങ്ങൾക്ക് ഇന്ന് ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വീടുകളുടെ വെച്ച് നൽകിയ വീടുകളുടെ താക്കോൽ ദാനം നടത്തുന്നുണ്ട്. ഏകദേശം 53ഓളം വീടുകളാണ്. അദ്ദേഹം 53 വർഷം പുതുപ്പള്ളിയുടെ MLA ആയിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് 53 വീടുകളാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 12ഓളം വീടുകളുടെ താക്കോൽ ദാനം ഇന്ന് നടക്കും. അതോടൊപ്പം തന്നെ കേൾവിശക്തിയുടെ ശ്രുതി തരംഗം എന്ന് പറയുന്ന അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതി, ആ പദ്ധതിയുടെ ഒരു തുടർച്ച 2ാം ഘട്ടം എന്ന നിലയിൽ ആ പദ്ധതിയും ഇന്ന് തുടക്കം കുറിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കായിക മേഖലയ്ക്കുള്ള സംഭാവന എന്ന പോലെ ഒരു സ്പോർട്സ് അറീന, 2ാമത്തെ സ്പോർട്സ് അറീനയും ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വിപുലമായ സാമൂഹിക സേവന പദ്ധതികളുടെ തുടക്കം കൂടി ഇന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനു മുന്നോടിയായിട്ടാണ് ഈ അനുസ്മരണ ചടങ്ങ്. എന്തായാലും പള്ളിയിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കല്ലറയിലേക്ക് എത്തി കുടുംബാംഗങ്ങളും എല്ലാവരും പുഷ്പാർച്ചന നടത്തും. ചാണ്ടി ഉമ്മൻ രാവിലെ എത്തിയിരുന്നു. അതുപോലെ തന്നെ മറിയം എത്തിയിരുന്നു. മക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാര്യയും അല്പസമയത്തിനുള്ളിൽ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും അല്പസമയത്തിനുള്ളിൽ ഈ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തും. എന്തായാലും പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 9:30 തന്നെ രാഹുൽ ഗാന്ധി ഈ പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും അനുസ്മരണ ചടങ്ങ് ആരംഭിക്കുക. SKN. ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.